So, good morning, dear students. Today's our topic is Archimedes principle and proof ആണ് പറയുന്നത്. ഇപ്പോൾ ഒരു m mass ഉള്ള ഒരു ഒബ്ജക്റ്റ്, this is an m mass object having mass m, then അതിൻ്റെ ഏരിയ a ആണെന്ന് കരുതുക. Let a be the area of cross section of the lower end and upper face. രണ്ട് എൻഡും ലോവറും അപ്പർ രണ്ട് എൻഡും ഉണ്ട്. ഓക്കെ, then L be the depth of the upper face of the body from the free surface of liquid and h be the height of the body. ഈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എച്ചും, ഓക്കെ, ഇനി ഇതിൻ്റെ സർഫസിൽ നിന്ന് ഈ അപ്പർ സർഫസിലേക്കുള്ള ഹൈറ്റിന് നമുക്ക് എന്തെടുക്കാം? വി ക്യാൻ ടേക്കൺ ആസ് എൽ. ഓക്കെ, ഇവിടെ നിങ്ങോട്ടുള്ള ഹൈറ്റ് എൽ ആണ്, ഇവിടെ നിങ്ങോട്ടുള്ള ഹൈറ്റ് എച്ച് ആണ്. ദെൻ വാട്ട് ഈസ് ദ പ്രഷർ ആക്ടിങ് ഓൺ ദ അപ്പർ സൈഡ്? വി നോ that is h rho g. h ഇവിടെ നമുക്ക് എന്താണ്? അപ്പർ സർഫസ് ലിക്വിഡ് കോളത്തിൻ്റെ എന്താണ് ആ സർഫസിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റാണ് നമ്മൾ ഹൈറ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ അപ്പർ എൻഡിലുള്ള ഹൈറ്റ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് കോളത്തിൻ്റെ അപ്പറിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റ് എന്താ? അപ്പർ എൻഡിലേക്കുള്ള ഹൈറ്റ് എന്താ? എൽ ആണ്. സോ ദി ക്യാൻ റൈറ്റ് എൽ റോ ജി. ദെൻ വാട്ട് ഈസ് ഓൺ ദ P2? ദാറ്റ് ഈസ് ഓൺ ദ ലോവർ സൈഡ്. നമ്മൾ ലിക്വിഡ് കോളത്തിൽ നിന്ന് ഈ സൈഡിലേക്കുള്ള ഹൈറ്റ് എടുക്കും. ഇവിടുന്ന് ഇവിടം വരെ എൽ, ഇവിടുന്ന് ഇങ്ങോട്ട് എച്ച്. സോ വാട്ട് ഈസ് ടോട്ടൽ ഹൈറ്റ്? എൽ പ്ലസ് എച്ച് റോ ജി. ഓക്കെ, മനസ്സിലായോ? ലിക്വിഡിൻ്റെ ആ സർഫസിൽ നിന്നുള്ള ഹൈറ്റ് എടുക്കുന്നത് നമ്മൾ ഹൈറ്റ് എന്ന് മെഷർ ചെയ്യുമ്പോൾ. ദാറ്റ് ഈസ് എച്ച് റോ ജി ഹൈറ്റ്. ഹൈറ്റ് ഓൺ ദ അപ്പർ സർഫസ് എൽ ആൻഡ് ലോവർ സർഫസ് എൽ പ്ലസ് എച്ച്. മനസ്സിലായോ? ദെൻ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഡൗൺവേർഡ് സൈഡ്. വാട്ട് ഈസ് എ ഫോഴ്സ്? ഫോഴ്സ് നമുക്ക് തന്നെ എഴുതാം. വി നോ പ്രഷർ ഈസ് ഈക്വൽ ടു P1 ഈസ് ഈക്വൽ ടു F1 ബൈ എ. സോ വാട്ട് ഈസ് F1? P1 ഇൻറ്റു എ. വാട്ട് ഈസ് P1? L rho G A. Then what about the second case? F2, pressure on the lower side എന്തായിരിക്കും? Similarly same equation P2 into A എന്ന് വരും. What is P2? That is L plus H rho G into A എന്ന് വരും. Okay, now okay, upward thrust on the അതാണ്, that is the second case, pressure on the F2. Now net force നോക്കിയേ. നെറ്റ് ഫോഴ്സ് എന്താ വരത്തുള്ളൂ? എപ്പോഴും F2 ആയിരിക്കും എന്താണ് ഗ്രേറ്റർ F1-നേക്കാളും. എന്തുകൊണ്ടാണെന്നറിയാവോ? ബിക്കോസ് നമുക്ക് ആർക്കിമെഡിസ് പ്രിൻസിപ്പിൾ എന്താ കൺസെപ്റ്റ് എന്തുവാ? അതായത് ഒരു ഒബ്ജക്റ്റ് വാട്ടറിൽ മുങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അപ് ത്രസ്റ്റ് ആണ് എന്താണ് ഇവിടെ കൂടുതൽ. അപ് ത്രസ്റ്റ് ഇസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ് എന്ന. അപ്പോൾ അപ് ത്രസ്റ്റ് ആണ് മീൻസ് F2 ആണ് ഗ്രേറ്റർ എന്തിനേക്കാളും? F1-നേക്കാളും ഗ്രേറ്റർ. ഓക്കെ, സോ ഓക്കെ, നമ്മൾ ഇവിടുന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഒന്നുകൂടി നോക്കാം. അതായത് നമ്മൾ പറയുന്നു ഈ സർഫസിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റാണ് എൽ അല്ലേ? അപ്പോൾ അത് വെച്ചിട്ടുള്ള എന്താണ് പ്രഷർ മീൻസ് വാട്ട് ഈസ് ദറ്റ് ഫോഴ്സ് ആണ് എൽ ഇൻറ്റു റോ ജി എ. അതായത് പ്രഷർ ഓൺ ദ അപ്പർ സൈഡ്. ഈ ലോവർ സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഹൈറ്റ് എന്താണ്? ഇവിടെ നിന്ന് എന്താവും? ഇവിടം വരെയാവും അല്ലേ? ഹൈറ്റ് വ്യത്യാസം വരും. ഹൈറ്റ് വ്യത്യാസം മീൻസ് എന്താണ്? എൽ പ്ലസ് എച്ച്. അതായത് സർഫസിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള അതിൻ്റെ ഏത് മീൻസ് ലിക്വിഡ് സർഫസിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റാണ് എടുക്കുന്നത് നമ്മൾ. അപ്പോൾ ഈ രണ്ടും കൂടി നോക്കുമ്പോൾ ഏതാ ഹൈറ്റ് കൂടുതൽ? സെക്കൻഡ് കേസിലാണ് നമ്മൾ എടുക്കുന്ന ഹൈറ്റ് കൂടുതൽ അല്ലേ? സെക്കൻഡ് കേസിലാണ് ഹൈറ്റ് കൂടുതൽ. അപ്പോൾ സെക്കൻഡ് കേസിലെ പ്രഷർ ആയിരിക്കും എന്താ കൂടുതൽ അല്ലേ? സെക്കൻഡ് കേസിലെ ഫോഴ്സ് ആയിരിക്കും കൂടുതൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് F2 ഈസ് ഗ്രേറ്റർ ദാൻ F1. സോ ടോട്ടൽ ഫോഴ്സ് ഇങ്ങനെ എഴുതാം നമുക്ക് F2 മൈനസ് F1. മനസ്സിലായോ? ദ ഫോഴ്സ് ഓൺ ദ അപ്പർ സർഫസ് ലോവർ സർഫസ് ആണ് കൂടുതൽ. ബിക്കോസ് എന്താണ്? ഹൈറ്റ് അല്ലെങ്കിൽ എന്താ പ്രഷർ ഓൺ ദ ലോവർ സർഫസ് ആണ് കൂടുതൽ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? വി ക്യാൻ സേ F2 ഈസ് ഗ്രേറ്റർ ദാൻ F1. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് F2? L പ്ലസ് എച്ച് റോ ജി എ. ആൻഡ് സെക്കൻഡ് വൺ വാട്ട് ഈസ് ദാറ്റ്? L റോ ജി എ. സോ നമുക്ക് ഇവിടുന്ന് ഇത് ഓപ്പൺ ചെയ്യുക. അതായത് L റോ ജി എ പ്ലസ് എച്ച് റോ ജി എ. അപ്പോൾ എൽ റോ ജി എയും എൽ റോ ജിയും കട്ടായി പോകും. നമുക്ക് പിന്നെ എന്ത് കിട്ടും? എച്ച് റോ ജി എ. എഫ് ഈസ് ഈക്വൽ ടു എച്ച് റോ ജി എ. ഓക്കെ, സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ദാറ്റ് ഈസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. സോ വാട്ട് ഈസ് ദാറ്റ്? വോളിയത്തിന് നമുക്ക് എന്താ ഈ എ ഇൻറ്റു എച്ചിന് എന്ത് കൊടുക്കാം? വി എന്ന് കൊടുക്കാം. ദെൻ വാട്ട് ഈസ് ഡെൻസിറ്റി? മാസ് ബൈ വോളിയം. സോ വാട്ട് ഈസ് മാസ്? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. സോ നമുക്ക് എന്താ ഈ വോളിയം ഇൻറ്റു ഡെൻസിറ്റിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് mg. So what is mg? mg is the weight of liquid displays. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി?
വാട്ട് ഈസ് ദാറ്റ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് when an object immersed in a liquid, weight of the object, what is weight of the object? mg. what is the liquid displaced? അത് എന്ത് തന്നെ കിട്ടി? mg എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പ്രൂഫ് കിട്ടിയില്ലേ? when an object completely partially immersed in a liquid, weight of an object, that is m into g, is equal to amount of liquid displaced by amount of liquid displaced എന്ത് കിട്ടി? mg എന്ന് കിട്ടി. സോ weight of an object mg, amount of liquid displaced is equal to mg. So Archimedes principle prove ആയി. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ നോക്കി എന്താ പറയുന്നത്? ദ പ്രഷർ എക്സേർട്ടഡ് അറ്റ് എനി പോയിന്റ് ഓൺ എ ക്ലോസ്ഡ് ലിക്വിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. ഓക്കെ, നമ്മളൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിനകത്ത് നമുക്ക് ലിക്വിഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കണ്ടെയ്നറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു പ്രഷർ കൊടുത്താൽ ആ പ്രഷർ എന്താ ഈക്വലായിട്ട് എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് നമ്മളെന്ന് പറയുന്നത് ഈ പാസ്കൽസ് ലോയിൽ പറയുന്നത്. എക്സാമ്പിൾ, നമ്മളിപ്പോൾ പേസ്റ്റ് എടുക്കുക. പേസ്റ്റ് നല്ല നിറഞ്ഞിരിക്കുന്ന പേസ്റ്റ്, അതിന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കിയാൽ മതി, നമുക്ക് പേസ്റ്റ് പുറത്തേക്ക് കിട്ടും അല്ലേ? അത് കാരണം എന്താ? അത് ഈ പാസ്കൽസ് ലോ. നമ്മുടെ ക്ലോസ്ഡ് കണ്ടെയ്നറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ആ പ്രഷർ ഈക്വലായിട്ട് മറ്റേ എൻഡിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? അതാണ് പാസ്കൽസ് ലോ. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഈ എക്സാമ്പിൾ കണ്ടോ, നമ്മളിവിടെ ഒരു ഫോഴ്സ് എത്ര കൊടുത്താലും അതേ അളവിൽ എന്താ ഇതിവിടെ പൊങ്ങും അല്ലേ? ഇതിവിടെ താത്തിയാലോ അതേ അളവ് ഇവിടെ പൊങ്ങുകയും ചെയ്യും അല്ലേ? ഓക്കെ, ഇവിടെ ഏരിയ വ്യത്യാസം വന്നാലും കുഴപ്പമില്ല. ഓക്കെ, മനസ്സിലായോ? പ്രഷർ ഇവിടെ സെയിം ആയിരിക്കും. ഇവിടെ കൊടുക്കുന്ന പ്രഷർ അനുസരിച്ച് ഇവിടെ അതേ പ്രഷർ ഉണ്ടാവും. ഇപ്പോൾ ക്ലോസ്ഡ് ലിക്വിഡിൻ്റെ ഏതെങ്കിലും ഒരു എൻഡിൽ കൊടുക്കുന്ന ഒരു പ്രഷർ എന്താണ് ഈക്വലായിട്ട് മറ്റേ എൻഡിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറയുന്ന ലോയാണ് പാസ്കൽസ് ലോ. ഓക്കെ, മനസ്സിലായോ? നമുക്ക് പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ നോക്കാം. ഹൈഡ്രോളിക് ലിഫ്റ്റ് അറിയാതെ നമുക്കിവിടെ നമ്മളൊരു എൻഡിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ട് നമ്മളെന്താ ഇവിടെ നമുക്ക് എന്തെങ്കിലും വെഹിക്കിൾസ് വെക്കാം, വണ്ടി അല്ലേ? നമുക്കതിങ്ങനെ പൊക്കിയെടുക്കാൻ സെറ്റപ്പാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ലിഫ്റ്റ് അതിന് ഉയർത്തിയെടുക്കുക. നമ്മൾ ഇവിടെ കൊടുക്കുന്ന പ്രഷർ ഉപയോഗിച്ച് നമുക്കിവിടെ പൊക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് പൊക്കിയെടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി 2 സിലിണ്ടർ കൺസിഡർ ചെയ്യുക. C1 C2 ഒരു പൈപ്പ് വെച്ച് കണക്ട് ചെയ്തിരിക്കുവാണ്. ഓക്കെ, അതിന് 2 പിസ്റ്റൺ ഉണ്ട്. രണ്ട് പിസ്റ്റൺ ഉണ്ട്, ഫ്രിക്ഷൻലെസ് പിസ്റ്റണാണ്. ഇവിടെ ഇത് സ്മോൾ ഏരിയ ആണ്. ഇവിടുത്തെ ഏരിയ സ്മോൾ ഏരിയ എ ആണ്. ഇവിടുത്തെ ലാർജ് ഏരിയ ക്യാപിറ്റൽ എ ആണ്. ഏരിയ ചെറുതാണ് എ, ക്യാപിറ്റൽ ഏരിയ എ. സപ്പോസ് എഫ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് നമ്മൾ സ്മോളർ പിസ്റ്റണിൽ അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, എങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്തായിരിക്കും? ദറ്റ് ഈസ് പ്രഷർ ഈസ് ഈക്വൽ ടു F/A ഓൺ ദിസ് ഏരിയ. ഓക്കെ, ഇനി ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ നമുക്ക് എഫ് ഉണ്ട്, ക്യാപിറ്റൽ എഫ് എന്ന് എടുക്കാം. ഇത് സ്മോളർ ഏരിയ ഉണ്ടാകുന്ന പ്രഷർ ആയതുകൊണ്ട് സ്മോൾ എഫ് എന്ന് എടുത്തു. ലാർജർ ഏരിയ ഉണ്ടാകുന്ന പ്രഷറിനെ ക്യാപിറ്റൽ എഫ് എന്നും ക്യാപിറ്റൽ ഏരിയ എടുത്തു. എങ്കിൽ വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദിസ് സൈഡ് എന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം പാസ്കൽസ് ലോ പറയുന്നത് എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ തന്നെ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ. അപ്പോൾ ഇവിടുത്തെ പ്രഷർ പി ആണ്, ഇവിടുത്തെ പ്രഷർ എന്ത് തന്നെയായിരിക്കും? പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്ത് കിട്ടി? F/A. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്താ പറയുക? നമുക്ക് പി ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദിസ് ലാർജ് പിസ്റ്റൺ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ഇക്വേഷൻ? ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്നാ? P ഇൻറ്റു എ. ഓക്കെ, ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയയ്ക്ക് പകരം ക്യാപിറ്റൽ ഏരിയ കൊടുക്കണം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി? പിയുടെ വാല്യൂ എന്താ? ഈ F/A എന്ന് കൊടുക്കാം. F/A ഇൻറ്റു എ. വി നോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? F ഇൻറ്റു A/A എന്ന് എഴുതാം. മനസ്സിലായോ? F ഇൻറ്റു A/A. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ ആദ്യം സ്മോളർ വാല്യൂലുണ്ടാകുന്ന പ്രഷർ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് P ഈസ് ഈക്വൽ ടു F/A. ഈ ഇവിടുത്തെ ഫോഴ്സ് എഫ്, ഇവിടുത്തെ ഏരിയ സ്മോൾ എ. ഇവിടുത്തെ ഫോഴ്സിന് നമ്മൾ ക്യാപിറ്റൽ എഫ് എന്ന് എടുക്കുന്നു, ഇവിടുത്തെ ഏരിയ ക്യാപിറ്റൽ എ, കാരണം ലാർജർ ഏരിയ അല്ലേ. സോ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെ നമ്മൾ എഫ് എന്ന് വിളിച്ചു. സോ ഇവിടെ എൻ്റെ അടുത്ത് ഒരേ പ്രഷർ ആയിരിക്കും അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ. വാട്ട് ഈസ് ദ പ്രഷർ ഓൺ ദിസ് സൈഡ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹിയർ. ഓക്കെ, എങ്കിൽ നമുക്ക് നോക്കാം. ദെൻ നോക്കിയേ, ഈ എയുടെ വാല്യൂ A/A റേഷ്യോ ഗ്രേറ്റർ ആയതുകൊണ്ട് ദിസ് എഫ് വിൽ ബി ഗ്രേറ്റർ അല്ലേ? ആസ് ദ ഏരിയ ഈസ് ഗ്രേറ്റർ. എയുടെ വാല്യൂ ഇവിടെ നോക്കിയേ, ഈ ഇക്വേഷനകത്ത് എ ഈസ് ലാർജർ ദാൻ എ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് വാല്യൂ ഓഫ് എഫ് വിൽ ബി ഹയർ ദാൻ ദ സ്മോളർ എഫ്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും? വളരെയധികം കൂടുതലായിരിക്കും ഇവിടത്തേക്കാളും. അപ്പോൾ ഒരു ചെറിയ
ഏരിയയിൽ കൊടുക്കുന്ന ഫോഴ്സ് ഈ വലിയ ഒരു ഏരിയയിൽ എന്താണ്, വലിയ ഏരിയയിൽ വലിയ ഫോഴ്സായിട്ടായിരിക്കും ആക്ട് ഉണ്ടാകുന്നത്. ചെറിയ ഏരിയ നമ്മൾ എന്ത് ഫോഴ്സ് കൊടുത്തെന്ന് പറഞ്ഞാലും അത് രണ്ടിടത്തും പ്രഷർ സെയിം ആയിരിക്കും. പക്ഷേ ചെറിയ ഏരിയയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഇപ്പുറത്തെ എൻഡിൽ എന്തായിട്ട് വന്നു, വലിയ ഫോഴ്സായിട്ട് വരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വെഹിക്കിളിനെ നമുക്ക് ലോഡ് ചെയ്ത് പൊക്കാൻ പറ്റും. മനസ്സിലായോ? പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ നമ്മൾ റേഷ്യോ നോക്കുമ്പോൾ എ ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് എ. സോ ഈ വാല്യൂ എന്താവും, ഈ കിട്ടുന്ന എഫിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഹയർ ആയിരിക്കും. ബിക്കോസ് ന്യൂമറേറ്റർ ഗ്രേറ്റർ, അതുകൊണ്ട് എഫിൻ്റെ വാല്യൂ എന്താ, ഗ്രേറ്റർ ആയിരിക്കും. മനസ്സിലായോ? സോ എഫിൻ്റെ വാല്യൂ ആസ് എ ഈസ് ഗ്രേറ്റർ ദാൻ എ, എഫ് വിൽ ബി ഗ്രേറ്റർ ദാൻ എഫ്. ദാറ്റ് ഈസ് ദിസ് ഫോഴ്സ് ഓൺ ദിസ് സൈഡ് വിൽ ബി ഗ്രേറ്റർ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വെഹിക്കിളിനെ ലിഫ്റ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഈ വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പാസ്കൽസ് ലോയിലെ ഹൈഡ്രോളിക് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ കൊടുക്കുന്ന ചെറിയ ഫോഴ്സ് ഇവിടെ എന്താവും, ലാർജ് ഫോഴ്സായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. സോ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഈസ് ഓഫ് പാസ്കൽസ് ലോ ഇസ് ഹൈഡ്രോളിക് ബ്രേക്ക്. നോക്കി, ഇവിടെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു അല്ലേ. ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ, സിമ്പിളായിട്ട് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കി, ഇവിടെ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. ആ ഫോഴ്സ് എന്താ, ഈ ലിക്വിഡിനകത്ത് കൊടുക്കുമ്പോൾ ആ ഫോഴ്സ് എന്താണ്, ഈ പിസ്റ്റണിൽ എന്താ, ഇവിടെ കൊടുക്കുന്ന ചെറിയൊരു ഫോഴ്സ് ആയിക്കോട്ടെ, ഇവിടെ എന്താ, ഇവിടെ ഉണ്ടാകുന്ന ഈ ഭാഗത്ത് എന്താ, അത് ലാർജ് ഫോഴ്സായിട്ടുണ്ടാകും. ആ ഫോഴ്സ് ഈ ലിക്വിഡിനകത്തുകൂടി ട്രാൻസ്മിറ്റ് ചെയ്തും ഈ ബ്രേക്കിൽ വന്ന്, ബ്രേക്കിൻ്റെ ഇതിൽ വന്ന് ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. സോ ഈ ഷൂ എന്താ, ഈ അതിൻ്റെ ഇന്നർ സൈഡിലാണ്, അതിന് ആ ഭാഗത്തേക്ക് നീങ്ങും. സപ്പോസ് ഈ പേനയുടെ എൻഡ് കണ്ടോ, ഇവിടെയാണ് ബ്രേക്ക് ഇരിക്കുന്നത്. അവിടെ നിന്ന് ചവിട്ടുമ്പോൾ എന്ത് പറ്റും, ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്താ, ഇങ്ങോട്ടേക്ക് നീങ്ങി അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കും. അപ്പോൾ അതാണ് പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷനാണ് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ മാസ്റ്റർ സിലിണ്ടർ. ഇതാണ് മാസ്റ്റർ സിലിണ്ടർ കണ്ടോ, വിത്ത് പിസ്റ്റൺ. ഒരു പിസ്റ്റൺ ഉണ്ട്, ദാ പി. പി ഈസ് അറ്റാച്ച് ടു ദ ബ്രേക്ക്. ആ പി എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ബോർഡ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്, കണ്ടല്ലോ. പെഡൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലിവർ. ഉണ്ടോ, ഒരു ലിവർ സിസ്റ്റം വെച്ചിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ദ മാസ്റ്റർ സിലിണ്ടർ ഈസ് കണക്റ്റഡ് ടു ദ വീൽ സിലിണ്ടർ ത്രൂ എ ട്യൂബ്. ഈ വീൽ സിലിണ്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതാണ് വീൽ സിലിണ്ടർ. ഇത് മാസ്റ്റർ സിലിണ്ടർ. അപ്പോൾ ട്യൂബ് വഴിയാണ് ഇതുമായി കണക്റ്റ് ആയിരിക്കുന്നത് കണ്ടോ. മാസ്റ്റർ സിലിണ്ടറും വീൽ സിലിണ്ടറും തമ്മിൽ ട്യൂബ് വഴി കണക്റ്റ് ആയിട്ടുണ്ട്. വീൽ സിലിണ്ടർ കൺസിസ്റ്റ് ഓഫ് 2 പിസ്റ്റൺ P1 ആൻഡ് P2. 2 പിസ്റ്റൺ ഉണ്ട്, P1 ഉം P2 ഉം. ദ പിസ്റ്റൺ പ്രസ് എഗെയിൻസ്റ്റ് ദ ബ്രേക്ക് ഷൂ S1 ആൻഡ് S2. ഈ പിസ്റ്റൺ എന്താ, ബ്രേക്ക് ഷൂവിലേക്ക് പ്രസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഓൾറെഡി എന്താണെന്ന്. നമ്മളെന്താ, ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ദ പെഡൽ ഈസ് പ്രസ്, ഇവിടെ പെഡൽ ചവിട്ടുമ്പോൾ എന്ത് പറ്റുന്നു, ദ ലിവർ സിസ്റ്റം വർക്ക് ചെയ്യുന്നു. ദ പിസ്റ്റൺ P പുഷസ് ഇൻ ടു ദ മാസ്റ്റർ സിലിണ്ടർ. ഈ P എന്താ, മാസ്റ്റർ സിലിണ്ടറിലേക്ക് പുഷ് ചെയ്യുന്നു. ഓക്കെ. ആൻഡ് ദ പ്രഷർ സോ പ്രൊഡ്യൂസ്ഡ് ഈസ് ട്രാൻസ്മിറ്റ്. അവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്താ, എങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, ട്രാൻസ്മിറ്റഡ് ടു P2 അല്ലേ, വീൽ സിലിണ്ടറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, വീൽ സിലിണ്ടറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലോ ഓഫ് ഫ്ലോട്ടേഷൻ. സോ നമ്മൾ ഓൾറെഡി 9th പഠിച്ചിട്ടുള്ള ലോ ഓഫ് ഫ്ലോട്ടേഷൻ. ഒരു ഒബ്ജക്റ്റ് വെയിറ്റ് എപ്പോഴും താഴത്തോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, ഡൗൺവേർഡ്സ് അല്ലേ, അതാണ് W. ദെൻ അപ് ത്രസ്റ്റ് എന്താണ്, മുകളിലോട്ടായിരിക്കും. ഈ ഒബ്ജക്റ്റ് എപ്പോഴാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് നോക്കാം. 2 കണ്ടീഷനിലാണ് പൊങ്ങിക്കിടക്കുന്നത്. വെയിറ്റ് കൂടുതലാണ്, ഒബ്ജക്റ്റ് എന്താണ്, താഴത്തോട്ട് താഴ്ന്നു പോകും. അപ് ത്രസ്റ്റ് കുറവാണെങ്കിൽ കണ്ടോ, ഇഫ് വെയിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ അപ് ത്രസ്റ്റ് ദ ഒബ്ജക്റ്റ് വിൽ സിങ്ക്. ഇഫ് വെയിറ്റ് ആൻഡ് അപ് ത്രസ്റ്റ് ആർ ഈക്വൽ ദ ഒബ്ജക്റ്റ് വിൽ ബി ഫ്ലോട്ട് അല്ലേ, ഓൾമോസ്റ്റ് ഫ്ലോട്ട് ഇൻ ദ വാട്ടർ. ഇനി നോക്കിയാൽ ഇനി എപ്പോഴാണ് എന്താണ് വെള്ളത്തിൻ്റെ സർഫസിൽ വരുന്ന എപ്പോഴായിരിക്കും, ഇഫ് ദ അപ് ത്രസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ വെയിറ്റ് അല്ലേ. അപ്പോൾ അതാ ലോ ഓഫ് ഫ്ലോട്ടേഷൻ പറയുന്നത്. ദ ലോ ഓഫ് ഫ്ലോട്ടേഷൻ സ്റ്റേറ്റ് ദാറ്റ് the body will float in liquid if the weight of liquid displaced. അതാണ് അപ് ത്രസ്റ്റ് എന്ന് പറഞ്ഞത്. നമ്മൾ പഠിച്ചില്ല, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞത് എന്താണ്, വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ് ഇസ് ഈക്വൽ ടു അപ് ത്രസ്റ്റ്. സോ വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ് ഇസ് ഈക്വൽ ടു അപ് ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ് ത്രസ്റ്റ് എന്തിന് ഈക്വലാ, വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസിന് ഈക്വലാ. മനസ്സിലായോ, അപ് ത്രസ്റ്റ് തന്നെയാണ് വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്, മനസ്സിലായോ, ബൈ ദ ഇമ്മേഴ്സ് പാർട്ട് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ ദ വെയിറ്റ് ഓഫ് ബോഡി. ഓക്കെ, രണ്ടും ഈക്വൽ ആയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ അപ് ത്രസ്റ്റ് ഗ്രേറ്ററായി വരുമ്പോൾ എന്താണ്,
അത് ഗ്രേറ്റർ ആയിട്ട് വന്നാൽ എന്താ ഒബ്ജക്റ്റ് വിൽ ഫ്ലോട്ട് ഓൺ വാട്ടർ. ഓക്കെ, മനസ്സിലായോ? അതായത് അപ്ത്രസ്റ്റ് കൂടി വരുമ്പോഴും അല്ലെങ്കിൽ എന്താ വെയിറ്റും അപ്ത്രസ്റ്റും ഈക്വൽ ആയിട്ട് വരുമ്പോഴും എന്താ പറയാം, ഒബ്ജക്റ്റ് വിൽ ഫ്ലോട്ട് ഓൺ വാട്ടർ. ഈ അപ്ത്രസ്റ്റിന് പറഞ്ഞ പേരാണ് എമൗണ്ട് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ. സോ ദിസ് ഈസ് നോൺ ആസ് ലോ ഓഫ് ഫ്ലോട്ടേഷൻ. ഓക്കെ.